ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് തൃപ്പൂണിത്തുറയുള്ള ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം കാണാനാണ്. തിരക്ക് പിടിച്ച തൃപ്പൂണിത്തുറയുടെ ഒരു ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ വളരെ ശാന്തമായ അന്തരീക്ഷമാണ്. ശ്രീകോവിലിന് മുമ്പിലായി 8 തൂണുകളിലായി ഒരു മണ്ഡപവും അതിന് മുകളിലായി ഐതിഹ്യ കഥകൾ അടങ്ങിയ ചിത്രങ്ങളും കാണാം. പിന്നെ സ്വർണം പൂശിയ കൊടിമരവും കാണാം. ശ്രീകോവിലിൻ്റെ 2 ഭാഗത്തായി 2 ദ്വാരപാലകരുടെ പ്രതിമകളും കാണാം. ഉള്ളിൽ ഫോട്ടോ എടുക്കാനുള്ള അനുവാദമില്ല. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിനെ പറ്റിയുള്ള കഥകളും ഐതിഹ്യ കഥകളും പറയാം. കൊച്ചി ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഈ ക്ഷേത്രം കൊച്ചി രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു. ക്ഷേത്രത്തിന് ചുറ്റും വാസ്തുവിദ്യയുടെ മനോഹാരിത കാണാൻ പറ്റും. രാമായണ മാസകാലമായതുകൊണ്ട് അവിടെ സ്ത്രീകൾ രാമായണ പാരായണം നടത്തുന്നത് കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പല കഥകളും ഉണ്ടെങ്കിലും AD 947 ഇത് ആദ്യമായി നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. 1920 ഈ ക്ഷേത്രം കത്തി നശിച്ചിരുന്നു. പിന്നീടാണ് ഇതിൻ്റെ പുനരുദ്ധാരണ നിർമ്മാണം ചെയ്തത്. ഐതിഹ്യ കഥ പ്രകാരം ഈ ക്ഷേത്രം നിർമ്മിച്ചത് ശ്രീകൃഷ്ണനും അർജുനനും കൂടിയാണ്. ഇവിടുത്തെ പ്രധാന ദേവൻ മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണു സന്താന ഗോപാലമൂർത്തിയുടെ രൂപത്തിലാണ് ഇവിടെ ഉള്ളത്. ഭഗവാൻ അനന്തൻ്റെ തണലിലിരുന്ന് ഉള്ളതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ക്ഷേത്രത്തിന് 2 ഗോപുര നടകളുണ്ട്. ഒന്ന് പടിഞ്ഞാറും ഒന്ന് വടക്കും. ഇവിടെ വേറെ ദൈവങ്ങളെയൊന്നും ആരാധിക്കുന്നില്ല. പ്രധാന മഹാവിഷ്ണു തന്നെയാണ്. മറ്റ് ഉപദൈവങ്ങളെയൊന്നും നമുക്ക് കാണാൻ പറ്റുകയില്ല. ആകെ ഉള്ളത് ഗണപതിയാണ്. ഗണപതിയാണെങ്കിൽ തെക്കോട്ട് നോക്കിയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ ക്ഷേത്ര ഉത്ഭവത്തിൻ്റെ പ്രധാന ഐതിഹ്യ കഥ പറയാം. ഒരിക്കൽ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനെ കാണാൻ അർജുനൻ, അപ്പോൾ സദസ്സിൽ ഒരു ബ്രാഹ്മണൻ വരികയും തൻ്റെ 9 മക്കളെയും പ്രസവിച്ച ഉടൻ മരണം കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കരയുകയും ചെയ്തു. അത് കേട്ട് അർജുനൻ പറഞ്ഞു, അടുത്ത സന്തതിക്ക് ഒന്നും പറ്റുകയില്ല, അതിൻ്റെ രക്ഷ ഞാൻ നോക്കിക്കോളാം എന്നും. പക്ഷേ 10ാമത്തെ കുട്ടി ജനിച്ചപ്പോൾ അതും മരിച്ചിരുന്നു. തനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം കാരണം അർജുനൻ മരിക്കാൻ പോവുകയും മഹാവിഷ്ണു ഉടനെ പറഞ്ഞു, ഇതിനു മുമ്പ് ജനിച്ച എല്ലാ കുട്ടികളും എൻ്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് എല്ലാ കുട്ടികളെയും കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് സന്താന ഭാഗ്യമില്ലാത്തവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുകയും ചെയ്യും എന്നാണ് വിശ്വാസം. ഈ അമ്പലത്തിൻ്റെ പിറകു വശത്താണ് ഇവിടുത്തെ തന്ത്രിമാർ താമസിക്കുന്ന മഠമുള്ളത്. ഇതിൻ്റെ തൊട്ടു ബാക്കിൽ ശ്രീ വെങ്കടേശ്വര മന്ദിരം എന്ന ഒരു മന്ദിരവും ഉണ്ട്. ഇപ്പോൾ നടയടച്ചു. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതാണ്.